ഉള്ളുലച്ചു ആ കുഞ്ഞു ചോദ്യം. അമ്മയാണെ വിളിക്കുന്നേ, വിളിച്ചാൽ പാറുവിന് മിണ്ടാനൊന്നുണ്ടെന്ന് പറയണേ. 4 മണിക്ക് സ്കൂളിൽ നിന്നെത്തിയ അഖിത വീട്ടിനുള്ളിലേക്ക് കയറിയതും ഉള്ളുലഞ്ഞു കരഞ്ഞു. അമ്മയ്ക്ക് എന്തു അപകടം പറ്റിയെന്നും ആശുപത്രിയിലാണെന്നും മാത്രമേ ആ 12-കാരിയോട് അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. തലേന്നാൾ തലയിൽ തലോടി ഉമ്മ തന്ന് ഇറക്കിയ അമ്മ ഇനി ചിരി തൂക്കി തിരിച്ചെത്തുമെന്ന് ആ പിഞ്ചു മനസ്സിന് വിശ്വസിച്ചില്ല. കരഞ്ഞു തളർന്ന മുത്തശ്ശിയും സഹോദരനും അധികയെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും ആളുകൾ? അഖിത ചോദിച്ചു. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അലമുറയിട്ടു. കണ്ടു നിന്നവരുടെ ഉള്ളു വിടഞ്ഞു. അമ്മയോട് ഒന്നും സംസാരിക്കണമെന്ന് വാശി പിടിച്ച് കരഞ്ഞ ആ പെൺകുട്ടി ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മയാണോ വിളിക്കുന്നേ? പാറുവിന് ഒന്ന് മിണ്ടാനുണ്ടെന്ന് പറയണേ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് കുഞ്ഞൻ വീട്ടിൽ രചിതാജി നായരുടെ 40 വയസ്സുള്ള ഇളയ മകളാണ് അഖിത വി. കുറുപ്പ്. രാത്രി വൈകും വരെയും അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്ന് മുത്തശ്ശി തുളസിയുടെ ഒപ്പം അവൾ ഇരുന്നു. രഞ്ജിതയുടെ മകൻ ഇന്ദുചുണ്ടയും തകർന്നു പോയിരുന്നു. അത്യാഹിത വിഭാഗത്തിലായൊന്നും കുഴപ്പമില്ല. അമ്മയോട് ഒന്ന് മിണ്ടാൻ പറ്റുമോ? അവൾ പലരോടും ചോദിച്ചു. ഓടിട്ട ചെറിയ വീടിന് തൊട്ടടുത്ത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഇരുനില വീട് എല്ലാറ്റിനും മുഖസാക്ഷിയായി. വിവാഹമോചിതയായ അഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട്. 2024 ഖത്തറിലാണ് ആദ്യം ജോലിക്ക് കയറിയത്. ആ വർഷം തന്നെ മസ്കത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ സലാല സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ ജോലി കിട്ടി. 2019 നാട്ടിൽ PSC ആദ്യ ശ്രമത്തിൽ തന്നെ എഴുതിയെടുത്തു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 1 മാസം നഴ്സായി ജോലി. പിന്നെ 5 വർഷത്തേക്ക് അവധിയെടുത്ത് മസ്കത്തിലേക്ക് ജോലിക്ക് പോയി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലണ്ടനിലെ ആശുപത്രിയിൽ ജോലിക്ക് കയറി. കാലാവസ്ഥ ബുദ്ധിമുട്ടായതോടെ നാട്ടിൽ വന്ന് കിഴക്കാഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ജോലിക്ക് കയറുവാൻ ശ്രമിക്കുകയായിരുന്നു. എല്ലാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.